പെൺകുട്ടിയെ ഉപയോഗിച്ച് കത്തിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി രണ്ടുപേരും ഓടി പോകാൻ നോക്കി, സ്പോട്ടിന് 2 പോലീസുകാർ വെടിവെച്ചു. 20 കിലോ ഉള്ള ഒരു കല്ലെടുത്താണ് പെൺകുട്ടിയുടെ തലയിലേക്ക് ഇടുന്നതെന്ന് പ്രതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അവനെ തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയത്. ഞാൻ ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ട് പറയാം, ഒരു കുറ്റബോധവും ഞാൻ ആ മുഖത്ത് കണ്ടില്ല. അവരെങ്ങനെ സൈക്കോ എന്ന് വിളിക്കാൻ തോന്നുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വന്ന് തലക്കടിച്ചു കൊല്ലും. അവനെയൊക്കെ തൂക്കിക്കൊല്ലണം നമ്മൾ കമന്റ് ബോക്സിൽ മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? നമുക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് കമന്റ് ഇടാം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ അവനെയൊക്കെ തൂക്കിക്കൊല്ലണം എന്ന് പറയാം. എത്ര ആൾക്കാർ പോയി ചെയ്യും? നിങ്ങൾക്ക് മാന്യമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം നിങ്ങളുടെ ദാമ്പത്യം എന്ന് പറയുന്നത്. വെറുക്കാനാണെങ്കിൽ നമ്മൾ വെറുക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിച്ച് പോവുക. ഇഷ്ടപ്പെടാനാണെങ്കിൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളാണ് ഇഷ്ടപ്പെടാനായിട്ട്. നമ്മൾ ആർക്കും വേണ്ടി നമ്മുടെ ലൈഫോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഡിസംബറിൽ തന്നെയായിരുന്നു ചിത്രപ്രിയയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ആദ്യ ദിവസമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അന്ന് ചർച്ച ചെയ്ത സമയത്ത് ചിത്ര പറയുന്ന യുവാവിനെ സൈക്കോകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേയധികം കമന്റ്സ് ഞാൻ കണ്ടു. അതിന്റെ എങ്ങനെ നിങ്ങൾക്ക് സൈക്കോ എന്ന് പറയാൻ പറ്റും? ആ പെൺകുട്ടിയുടെ നമ്മളെ ചർച്ച ചെയ്ത ആ ഒരു വിഷയം തന്നെയായിരുന്നു കമന്റ് ബോക്സിലും വന്നത്. അല്ല, അങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ കമന്റ് നോക്കിയില്ല. പെൺകുട്ടിയുടെ അവൾ അത്ര നല്ലതൊന്നുമല്ല, പരിശുദ്ധയൊന്നുമല്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവനെ സൈക്കോ എന്ന് വിളിക്കാൻ പറ്റും? അതിന്റെ കൂടുതൽ കേസ് ഡയറിയും വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വന്നൊരു സമയത്താണ് ഇപ്പൊ ഞാനൊരു ചർച്ചയിലേക്ക് വരുന്നത്. അതിനകത്തില് പെൺകുട്ടി 2 മണിക്ക് അയാളുടെ വണ്ടിയിൽ കയറി പോയി, ഇങ്ങനത്തെയൊക്കെ കുറേയധികം അഭ്യൂഹങ്ങളും കുറേ ന്യൂസസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിരുന്നു. ബ്രേക്കപ്പ് അല്ല, ഇവർ തമ്മിൽ ഇവൻ പ്രപ്പോസൽസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഇതിനകത്തിൽ ഈ പറയുന്ന സൈബറിനകത്തിൽ ഈ പറയുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ മോശമാക്കുന്ന രീതിയിൽ ഉള്ള ബന്ധങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അവന് പ്രകോപിതപരമായിട്ട് തന്നെ 20 കിലോ ഉള്ള ഒരു കല്ലെടുത്താണ് പെൺകുട്ടിയുടെ തലയിലേക്ക് ഇടുന്നതെന്ന് പ്രതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്ര ഇപ്പോഴാണെന്ന് തോന്നുന്നു ആ കമന്റ്സിനെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു ക്രൈമിന്റെ ആ ഒരു രീതി അനുസരിച്ച് ന്യൂസിൽ വന്ന അനുസരിച്ചാണ് നമ്മൾ ഒരു ചർച്ച നടത്തിയത്. ആ ക്രൈം രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈക്കോ മനോഭാവം ഇല്ലാത്തൊരാൾക്ക് അങ്ങനെ ഒരു പ്രവണത ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എനിക്കിപ്പോ ചിരിയാ വരുന്നത്. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും സൈക്കോസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അവരെ ഒരു എന്താ പറയാ, ഇങ്ങനെ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തടിയോ ഒക്കെ അടിച്ചിട്ട് അവരങ്ങ് കൊല്ലോ. ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെ സൈക്കോ എന്ന് വിളിക്കാൻ തോന്നുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വന്ന് തലക്കടിച്ചു കൊല്ലും. നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ സൂക്ഷിച്ചോ കേട്ടോ. കാരണം നമുക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇവര് തമ്മിൽ രൂപപ്പെട്ടു, പെൺകുട്ടിക്ക് മറ്റ് അഫെയറുകളുണ്ട്, സംശയരോഗമുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൺസേൺ ആയിട്ട് അവൻ ഒരു 20 കിലോ ഉള്ള കല്ലെടുത്ത് തലയ്ക്ക് അടിച്ചു, അല്ലെങ്കിൽ തലയിൽ ഇട്ടു എന്നാണ് പറയുന്നത്. നല്ലൊരു ചെറുക്കനല്ലേ അത്? അല്ല, ഇത് ഇപ്പോ അന്ന് ആ കമന്റ്സിനകത്ത് വന്ന ആൾക്കാർ ഇപ്പൊ ഈ ന്യൂസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബാക്കി റെക്കോർഡുകളൊക്കെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അവനെ തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയത്. ഞാൻ ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ട് പറയാം, ഒരു കുറ്റബോധവും ഞാൻ ആ മുഖത്ത് കണ്ടില്ല. വളരെ ഓക്കെ ആയിരുന്നു അവന് എന്തോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു തലങ്ങളിലേക്കൊക്കെയാണ്. അത് അങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓക്കെ അത് ഞാൻ ചെയ്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഞാനും ഇപ്പൊ ആതിരയായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെക്കുക. ആതിര വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒക്കെ ആയിട്ട് ആതിര വേറൊരു ബന്ധത്തിലേക്ക് പോയി എന്ന് തന്നെ വിചാരിക്കുക. അതിപ്പം ഒരു ഫിസിക്കൽ റിലേഷൻ ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പം എനിക്കത് പറ്റുന്നില്ല. ഇപ്പം ഞാൻ സെപ്പറേഷൻ ഒന്നും ആയിട്ടില്ല, നമ്മൾ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ്, പക്ഷെ ആതിര വേറെ പോയി. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, എന്നെ നീ ചതിക്കുമായിരുന്നല്ലേ, ഇത് എൻ്റെ അടുത്ത് ചെയ്യാൻ പാടുമോ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന ടീപ്പ് എടുത്തിട്ട് നിന്റെ തലയിൽ ഞാൻ അടിച്ചിട്ട് നിന്നെ കൊല്ലുകയാണെന്ന് നോക്കി. അതിനകത്ത് എന്ത് ന്യായമാണ് ഞാൻ പറയുക? ഓക്കെ, എന്നെ ചതിച്ചത് കൊണ്ട് ഞാൻ അതങ്ങ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ കൊല്ലാനുള്ള അധികാരം ആർക്കാ ഉള്ളത്?
കൊല്ലാനായിട്ട് എനിക്ക് അധികാരമില്ല, എനിക്ക് ഒരു അവകാശവും ഇല്ല അതിരുടെ മേലിലും ഒക്കെ അതിനെ ഇങ്ങനെ ചെയ്തു. അത് നമ്മുടെ അച്ഛൻ, നമ്മളെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ല നമ്മളെ കൊല്ലാനായിട്ടുള്ള അവകാശം. ആർക്കും ഇല്ല ജീവൻ എടുക്കാൻ. നിങ്ങള് നമുക്ക് സ്വയം വേണ്ട, മരിക്കാനുള്ള അവകാശം പോലും ഇല്ല. ഇപ്പൊ നമ്മള് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആതിരയ്ക്ക് വേറെ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്റെ പോരായ്മ തന്നെയാണ് അവിടെ. അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ എന്തോ കൂടുതൽ അപ്പുറത്ത് കണ്ടിട്ടാണ് അത് പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം വിചാരിക്കണം. എന്ന് വെച്ച് മറ്റേയാള് കുറ്റക്കാരി അല്ല എന്നല്ല നമ്മൾ പറയുന്നത്, അവരും കുറ്റക്കാരി തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് പോയി റിവെഞ്ച് എടുക്കുകയോ അല്ലെങ്കിൽ അവരെ പോയി തിരിച്ചു കൊണ്ടുവരുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളോട് അങ്ങനെ ഒരു ഇഷ്ടം ഒരാൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എത്ര കാലം നമ്മളുടെ അടുത്ത് നിൽക്കുന്നു അത്രയും കാലം നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക. ഇല്ലാതെ അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പോയാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ സ്നേഹത്തിന് പുല്ലുവില ഉണ്ടാവുള്ളൂ. അതിപ്പം നമ്മൾ പിടിച്ചു വാങ്ങിയെന്ന് തന്നെ വെക്കാം. ഇപ്പൊ അവര് തമ്മിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല, കല്ലൊന്നും അടിച്ച് താഴെ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, സംശയരോഗം എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, സംസാരിച്ച് അത് സോൾവ് ചെയ്യണം എന്ന് തന്നെ വെക്കുക. ചിലപ്പോ അത് കൂടുതൽ ഒരു 70-80% ചാൻസ് അത് പിന്നീടും തിരിച്ച് ബാക്ക് വരാനായിട്ടാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും ആ ഒരു രീതിയിലേക്ക് തന്നെ പോകും. കാരണം നമുക്ക് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, വെറുക്കാനാണെങ്കിൽ നമ്മൾ വെറുക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിച്ച് പോവുക. ഇഷ്ടപ്പെടാനാണെങ്കിൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളാണ് ഇഷ്ടപ്പെടാനായിട്ട്. അതുകൊണ്ടാണ് പ്രേമത്തിൽ നമ്മൾ എപ്പോഴും ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അവിടെ അത്ര ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ അത്രയും പോസിറ്റീവ് കാണുന്നത്. നെഗറ്റീവ് നമ്മൾ കണ്ടു തുടങ്ങി, നെഗറ്റീവ് ഒന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, അത് അതിനകത്ത് നമ്മള് കഴിഞ്ഞു, അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അവരിലുള്ള അട്രാക്ഷൻ നമുക്ക് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് ആർക്കും ഒരു ബാധ്യതയാവാതെ നമ്മൾ പുറകോട്ട് വലിഞ്ഞു പോവുക, വേറെ നമ്മൾ അടുത്ത പരിപാടി പഠിക്കുക. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ചിരിക്കും, കാതില് കടുക്കനിട്ടവള് പോയി കഴിഞ്ഞാൽ കമ്മലിട്ടവള് വരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ മൈൻഡിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് വേറൊരർത്ഥം ആളുകൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നമ്മുടെ സന്തോഷം കണ്ടെത്താനുള്ള ഒരു പോയിന്റ് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയണം. ഇല്ലാതെ ഒരാളെന്ന് പറഞ്ഞാൽ അത് ഒട്ടും കഴിവില്ലാത്തൊരുത്തനായി പോവും. നമ്മൾ ആർക്കും വേണ്ടി നമ്മുടെ ലൈഫോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നേക്കുന്നത്, അല്ലാണ്ട് ആർക്കും വേണ്ടി ഉരുകി തീരാൻ വേണ്ടിയിട്ടല്ല. എന്തിനാ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് ഭൂമിക്ക് ഭാരമായിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ചില കേസുകളിലൊക്കെ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെയൊക്കെ റേപ്പ് ചെയ്യുന്ന, ലൈംഗികപരമായി ഉപയോഗിച്ച് അങ്ങനെയൊക്കെ കൊല ചെയ്യുന്ന ആൾക്കാർ, അത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായി ഒരു കമന്റ് ബോക്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം കേട്ടിട്ടുണ്ട്, ഇവനെയൊക്കെ എന്തിനാണ് നിങ്ങൾ ഇനിയും നിയമത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇനി ആ കുട്ടിക്ക് നീതി, കാരണം പിഞ്ചു കുഞ്ഞ് എന്തിനാ മരിച്ചതെന്ന് പോലും അറിയത്തില്ല, അത് ആരെയും പ്രൊവോക്ക് ചെയ്തിട്ടില്ല അതിനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങൾ തന്നെ പറയുന്ന കേട്ടിട്ടില്ലേ, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്, എന്തിനാണ് നിങ്ങൾ വെക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നമുക്ക് അവരെ ജനങ്ങളോട് തന്നെ തോന്നും, ജനങ്ങളുടെ വികാരത്തോടൊപ്പം തന്നെ നിൽക്കാൻ തോന്നും. എന്തുകൊണ്ടാണ് ഇനി ആ നിയമപരമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് മരണത്തിന് അപ്പുറത്തേക്ക് അയാൾക്ക് ഒരു ശിക്ഷ കൊടുക്കാനില്ല? ഇയാൾക്കൊക്കെ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുമല്ലോ, ഓക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ അവനെയൊക്കെ തൂക്കിക്കൊല്ലണം, നമ്മൾ കമന്റ് ബോക്സിൽ മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? നമുക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് കമന്റ് ഇടാം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ അവനെയൊക്കെ തൂക്കിക്കൊല്ലണം എന്ന് പറയാം. എത്ര ആൾക്കാർ പോയി ചെയ്യും? എത്ര ആൾക്കാർ ചെയ്ത ചരിത്രമുണ്ട്. ജിഷയുടെ കേസ് തന്നെ എടുക്കാം. ജിഷയുടെ കേസിൽ ആ പെൺകുട്ടീനെ ഭയങ്കര മൃഗീയമായിട്ടുള്ള രീതിയിലാണ് കൊന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രതിനെ നമ്മൾ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പേര് അല്ലെങ്കിൽ എത്ര ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവനെയൊക്കെ വെച്ചോണ്ടിരിക്കരുത്, എന്തിനാണ് നമ്മൾ തൂക്കിക്കൊല്ലണം. ജിഷയുടെ അമ്മ തന്നെ സംസാരിക്കുന്നുണ്ട്, അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എത്ര പേര് അവിടെ പോയി ചെയ്യും? എത്ര പേർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്? നമ്മൾ ആരും ചെയ്യില്ല, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ ഉള്ളൂ. എൻകൗണ്ടേഴ്സിനൊക്കെ ഭയങ്കര ആരാധകരുള്ളത്, അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ട് കർണാടക പോലീസ് കുറച്ചുകൂടി അതിനകത്ത് ഞാൻ 1-2 ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ജെന്യുവൻ കേസുകളാണോ പോലും നമുക്ക് അറിയത്തില്ല. ജെന്യുവൻ കേസ് അല്ലാത്തതിനകത്തിലും എൻകൗണ്ടേഴ്സ് കഴിഞ്ഞാൽ കേസ് ഫയൽ തീർന്നു. അങ്ങനെ ജെന്യുവനിറ്റി ഉള്ള കേസുകളിൽ തന്നെ ഈ പെൺകുട്ടിയെ എന്തോ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അന്നായിരുന്നു ഈ പറയുന്ന ജനഗണമനക്കകത്തില് ഉള്ള ഒരു സീന്, ശരിക്കും ഇന്ത്യ നടന്നിട്ടുള്ള ഒരു സീനാണത്. അത് കർണാടകയിലൊന്നുമല്ല, വേറൊരു സംസ്ഥാനത്തായിരുന്നു. പെൺകുട്ടിയെ ഉപയോഗിച്ച് കത്തിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി, രണ്ടുപേരും ഓടി പോകാൻ നോക്കി, സ്പോട്ടിന് 2 പോലീസുകാർ വെടിവെച്ചു കൊന്നു, ജനങ്ങളുടെ ഉപയോഗിച്ച് തന്നെ. അതായിരുന്നു ഇന്ത്യയിൽ ആഘോഷിക്കപ്പെട്ട ഒരു എൻകൗണ്ടർ കേസ്. അല്ല, അങ്ങനത്തെ കേസുകളിലൊക്കെ അവർക്ക് നീതിപരമായിട്ട് കുറേയധികം, അല്ലെങ്കിൽ നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾക്ക് പിന്നെ അവർക്ക് പോകേണ്ടി വരും പോലീസുകാർക്ക്. കാരണം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ കൊന്നു, പക്ഷെ നിയമപരമായിട്ട് രക്ഷപ്പെടാനൊന്നും അവർ ശ്രമിച്ചിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം. മേ ബി പോലീസ് സന്നാഹങ്ങളുണ്ട്, അവരെ പിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ആക്രമിച്ചിട്ട് ഓടിയെന്ന സാഹചര്യത്തിൽ സ്പോട്ടിൽ വെച്ച് ആ പെൺകുട്ടി അവർ കത്തിച്ച സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരെയും സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലത്തെ ഇപ്പം കുഞ്ഞു കുട്ടികളെ റേപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവര് അതും ഈ ചിത്രപ്രിയയുടെ കേസും കാര്യങ്ങളും ഒക്കെ, അങ്ങനത്തെ ഉള്ള കേസസും ഒക്കെ രണ്ട് കാറ്റഗറിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കേസിലൊന്നും നമുക്ക് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെന്ത് കണ്ടിട്ട്, അവരെന്തറിഞ്ഞിട്ടുണ്ടോ, ആ കുഞ്ഞു മക്കൾ എന്തറിഞ്ഞിട്ടുണ്ടാവും. അവരെയൊക്കെ അങ്ങനത്തെ ഒരു താല്പര്യത്തോടു കൂടി നോക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരെയൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലോ, അത് ഞാൻ ഇനിയും പറയുന്നു, പക്ക സൈക്കോസിന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. അതായത് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഭ്രാന്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ സാഹചര്യങ്ങള് തെരഞ്ഞു പോകുന്ന ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്ന് നമുക്ക് അവനെ നമുക്ക് കുറ്റം പറയരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ചിത്ര ആദ്യം പറഞ്ഞ പോലെ. അവരൊക്കെ വീട്ടിലിരിക്കുന്ന അല്ല, ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഇപ്പൊ ഈ കുഞ്ഞിനെ റേപ്പ് ചെയ്തത് ഓക്കെ, അത് അവനങ്ങനെ തോന്നിയിട്ടല്ല, അവന് സൈക്കോ എന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. എനിക്ക് അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ രണ്ടും 2 കാറ്റഗറി കേട്ടോ. അത് നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ പ്രണയത്തിന്റെ പേരിലൊക്കെ തലക്കടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ തലക്കടിച്ചു കൊല്ലുക, ഭാര്യ ഭർത്താവിനെ എന്താ പറയാ തലക്കടിച്ചു കൊല്ലുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മാന്യമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം നിങ്ങളുടെ ദാമ്പത്യം എന്ന് പറയണത്. മാന്യമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ടും പറ്റണം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വഴി നോക്കി പോവാനായിട്ടുള്ള, അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താനുള്ള ഒരു സ്പേസ് അവിടെ വേണം.